ഈ കേരളത്തിൽ നിന്നുള്ള ആളുകളൊക്കെയാണ് ഇതിനെ എതിർത്ത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ക്യാമ്പയിനിങ് ഒക്കെ നടത്തിയത്. അത് വലിയ രീതിയിൽ ഫലം കണ്ടിട്ടുമില്ല. അതായത് ഈ പറയുന്ന ഇതിന്റെ ആദ്യ സിനിമ ഇറങ്ങുന്ന ഘട്ടത്തിൽ. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മളൊക്കെ പല സ്ഥലത്ത് പോകുമ്പോൾ ആൾക്കാരോ കേരളത്തിൽ നിന്നാണ് ഈ കേരള സ്റ്റോറി കാണുന്ന ഒരു സത്യമാണ്, നിങ്ങൾ എങ്ങനെ അവിടെ ജീവിക്കുന്നതിനുള്ള ചോദ്യമൊക്കെ വന്ന അതിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ ഇത്തവണ ഇറങ്ങുമ്പോഴത്തേക്ക് അതിനൊരു വ്യത്യാസമുണ്ട്. പലപ്പോഴും ഈ പറയുന്ന ഹിന്ദി പിന്നെ നേറ്റീവ് ആയിട്ടുള്ള ആളുകൾ തന്നെ ഇതിനെതിരായിട്ട് ട്വിറ്ററിലൊക്കെ ഇതിനെ തമാശയാക്കിക്കൊണ്ടൊക്കെ പോസ്റ്റ് ഇടുന്ന രീതിയിലേക്ക് സാധനം മാറിയിട്ടുണ്ട്. അപ്പൊ അതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തോന്നി എന്താന്ന് വെച്ചാൽ, മോദിജി അധികാരത്തിൽ വരുന്ന സമയത്ത് പറഞ്ഞത് ഹിന്ദു ഖത്രയിലാണ്, അതായത് ഹിന്ദു അപകടത്തിലാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അവർ ചോദിക്കുന്നത് ഇത് മൂന്നാമത്തെ ടേമായി, അതായത് 15 വർഷം 10 വർഷത്തിന് കഴിഞ്ഞു പോവാൻ ഇപ്പോഴും ഹിന്ദു അപകടത്തിലാണോ എന്ന ചോദ്യമൊക്കെ വന്നു തുടങ്ങി. അപ്പൊ ആ രീതിയിലേക്ക് ഇതിനൊരു മാറ്റം ഉണ്ടായത് ശ്രദ്ധിച്ചു. ഞാൻ ഒരു കാര്യം പറയാം, നിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തിട്ട് പറയാം. ഡൽഹിയിൽ എത്ര പെൺകുട്ടികളെ കാണാനില്ല? റിയാലിറ്റിയാണ്. ഒരു മാസം ഇത്ര 1000 പെൺകുട്ടികളെ കാണാനില്ല. മധ്യപ്രദേശിൽ കാണാനില്ല. ഹരിയാന റെക്കോർഡ് നമ്പറാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതെ, അതേപോലെ തന്നെ സ്വാതി മലിവാൾ BJPയുടെ മെമ്പർ ഓഫ് പാർലമെന്റ് രാജ്യസഭയിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്. പെൺകുട്ടികളെ വിൽക്കുകയും കച്ചവടം ചെയ്യുന്ന ഏറ്റവും വലിയ രാജ്യമെന്ന് പറഞ്ഞ് ഇന്ത്യയാണ്. അതിനൊന്നും ഇവർക്ക് പ്രശ്നമില്ല. ഈ ബീഫിന്റെ വായിലിടുന്നതാണ് പ്രശ്നം. ഈ പറയുന്ന നോർത്ത് ഈസ്റ്റിലെ 3ഓളം പെൺകുട്ടികൾ ഇന്നലെ മാൾവിയ നഗറില് എന്ത് ക്രൂരമായിട്ടാണ് ഈ റേസിസ്റ്റ് അറ്റാക്ക് ഉണ്ടായത്. ആ പെൺകുട്ടികളെ എന്താ വിളിച്ചത്? ഈ പറയുന്ന 3 പെൺകുട്ടികൾ ഹിന്ദു പെൺകുട്ടികളാണ് അരുണാചൽ. അവരെ വിളിച്ചത് സ്പായിലും മസാജ് പാർലറിലും ജോലി ചെയ്യുന്ന, കാരണം ഉപയോഗിച്ച വാക്കറിയാവില്ല. ഞാൻ പറയാവില്ല എന്താ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്നിട്ട് അവർ ഇതേപോലെ അറ്റാക്ക് ചെയ്തു. അത് ഡൽഹിയിലാണെങ്കിൽ നോർത്ത് ഇന്ത്യയിലും വളരെ സ്പഷ്ടമായിട്ട് കാണുന്ന സംഭവമാണ്. ഈ പറയുന്ന അരുണാചലുകാരെ, ഈ പറയുന്ന നോർത്ത് ഈസ്റ്റുകാരെ നേരിടുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്തുവാ? അവർക്ക് ചൈനയിൽ പോയി കഴിഞ്ഞാൽ ചൈന പറയുന്നത് അവർ നിങ്ങൾ ഇന്ത്യക്കാരല്ല, ചൈനീസ് സിറ്റിസണാണ്. എന്നിട്ട് അവർ ഇന്ത്യയുടെ കൂടെ നിൽക്കുക. അപ്പൊ അവരെയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് ഡൽഹി ഫയലല്ലേ ചെയ്യേണ്ടത്, ഇന്ത്യൻ ഫയലല്ലേ ചെയ്യേണ്ടത്? ഏറ്റവും കൂടുതൽ സ്ത്രീകളെ അറ്റാക്ക് ചെയ്യുന്ന രാജ്യം ഏതാ? ഇന്ത്യയല്ലേ? ഏറ്റവും കൂടുതൽ സ്ത്രീകളെ സഫർ ചെയ്ത രാജ്യം ഏതാ? ഇന്ത്യയല്ലേ? ഏറ്റവും കൂടുതൽ സ്ത്രീകളെ കൊല്ലുന്ന രാജ്യം ഇന്ത്യയല്ലേ? അപ്പൊ ഇന്ത്യൻ സ്ത്രീകളെ പറ്റിയാണ് ചെയ്യേണ്ടത്. കാരണം ഇന്ത്യൻ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ ഇവിടെ മതപരമായ പല രീതികളുമുണ്ട്. ഇസ്ലാമിന്റെ മറ്റൊരു വശമുണ്ട് ഈ ഹിന്ദുത്വ സനാതന ധർമ്മത്തിനകത്ത്. അപ്പൊ അതല്ലേ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത്.